നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിൽ അശരണരായ, നിരാലംബരായ, നിരാശരായ ജനങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ട്രംപിൻ്റെ ജിയോ പൊളിറ്റിക്സും പറയാറുണ്ട്. സകലവിധ കാര്യങ്ങളും പറയുന്നൊരു ചാനലായിട്ടാണ് ഇത് മാറുന്നത്. പക്ഷേ ജനപക്ഷത്ത് നിൽക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അംഗനവാടികളുടെയും ആശാവർക്കർമാരുടെയും തൊഴിലുറപ്പുകാരുടെയും പാചക തൊഴിലാളികളുടെയും വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ അംഗനവാടികളുടെ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ അതിലൊരു നിർമ്മാണ തൊഴിലാളിയുടെ കുടുംബാംഗം വന്ന് പറഞ്ഞിട്ടുണ്ട്, സാർ ഞങ്ങളുടെ പ്രശ്നം കൂടി ഒന്ന് പറയണം, ഞങ്ങളും ദുരിതത്തിലാണ്. അപ്പോൾ എന്താണ് ആ പ്രശ്നമെന്ന് ഞാൻ അന്വേഷിച്ചു. ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞ 1996 കേന്ദ്ര നിയമപ്രകാരം രൂപീകരിച്ച നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡുണ്ട്. 60 വയസ്സിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് 1300 രൂപ, അത് 5 വർഷത്തെ അംഗത്വവും 5 വർഷം സംഭാവനയും ഉണ്ടായിരിക്കണം. അവർ അംഗത്വം എടുത്തിരിക്കണം. 5 വർഷത്തെ അംഗത്വം എന്ന് പറഞ്ഞാൽ 55 വയസ്സായവരായവർക്ക് വരെ കിട്ടും. 60 വയസ്സ് അതിന് വരെ പൈസ അടച്ചിരിക്കുക. 5 വർഷത്തെ അംഗത്വം ഉണ്ടെങ്കിൽ അവർക്ക് 1300 രൂപ കിട്ടും. എന്നാൽ കഴിഞ്ഞ 12 മാസക്കാലമായി അവരുടെ പൈസ ഏകദേശം 20,000-ഓളം രൂപ ഓരോരുത്തർക്കും കിട്ടുവാനുണ്ട്. ഇത് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. ഓണമാസത്തിൽ എല്ലാ നിർമ്മാണ തൊഴിലാളികൾക്കും പണം കൊടുക്കുവാൻ, അവരുടെ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുവാൻ വളരെ കൃത്യമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയ്യേണ്ടതാണ്. CAG-യുടെ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2018 മുതൽ 2023 വരെ 5 വർഷക്കാലം 542 കോടി രൂപയുടെ സെസ്സിൻ്റെ പിരിവ് വൈകിപ്പിച്ചിട്ടുണ്ട്. ഡേറ്റാബേസ് അപൂർണമാണ്. മരിച്ചവരുടെ പേരിൽ ഇപ്പോഴും അക്കൗണ്ടിൽ ഭരണപരമായ പിഴവുകളുണ്ട്. അപ്പോൾ മരിച്ചവരുടെ പേരിലുള്ള പിഴവുകളുണ്ടെന്ന് പറയുന്നു. അത് CAG റിപ്പോർട്ടിൽ പറയുന്നതാണ്, കൺട്രോളർ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറയുന്നതാണ്. തൊഴിലാളികൾക്ക് ചികിത്സയ്ക്കും പണത്തിനും പണമില്ല. പലരും കഷ്ടപ്പാടിലാണ്. ഓണവും വിഷുവും അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. 60 വയസ്സ് വരെ കെട്ടിട നിർമ്മാണ ജോലി ചെയ്തിട്ട് 60ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഒരു 1300 രൂപ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാസങ്ങളായി 1 വർഷത്തോളമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യണം. തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ വില കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഇതിനെ എങ്ങനെയാണ് ഒരു ക്ഷേമനിധി ബോർഡ് എന്ന് പറയാൻ കഴിയുക? അപ്പോൾ കൃത്യമായി നമുക്ക് ക്ഷേമനിധി കൊടുക്കുവാനുള്ള നടപടികൾ നിർമ്മാണ തൊഴിലാളികളുടെ ഭാഗത്തിൻ്റെ ക്ഷേമനിധി ബോർഡിൽ നിന്നുണ്ടാകട്ടെ. തീർച്ചയായും ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 11 മാസത്തെ പണം അവർക്ക് കൊടുക്കാനുണ്ട്. ഏകദേശം 1 വർഷത്തെ തുക അവർക്ക് കൊടുക്കാനുണ്ട്. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അതും നമുക്ക് അനുമോദിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റും. എന്തായാലും നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, വളരെ കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ, ക്ഷേമനിധി ബോർഡിൽ നിന്ന്, അതായത് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അവർക്ക് ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികൾക്ക് ഏകദേശം 3.5 ലക്ഷം തൊഴിലാളികളുണ്ട്. അതിൽ കുറേ അധികം പേർ 60 വയസ്സ് കഴിഞ്ഞവരാണ്. ക്ഷേമനിധി ബോർഡിൽ 3.5 ലക്ഷത്തോളം തൊഴിലാളികളാണ് ഉള്ളത്. അതിൽ കുറേ അധികം പേർ ഇത് കഴിഞ്ഞവരാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള വളരെ വേദനാജനകമായ ഒരു കാര്യം കൂടി ഈ തിരക്കിനിടയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധിയും കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇനി തയ്യൽ തൊഴിലാളികൾ ഇങ്ങനെ ഓരോരുത്തരുണ്ടോ എന്നറിയില്ല. എന്തായാലും ക്ഷേമനിധികൾ വല്ലാതെ മുടങ്ങുന്നു എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമ്മൾ എന്തെല്ലാം വികസനം നേടിയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും, മനുഷ്യൻ്റെ സാമൂഹ്യ സുരക്ഷയും ജീവിത സുരക്ഷയും ഭക്ഷണവും അന്നവും ആഹാരവും അതുപോലെ തന്നെ മരുന്നും വാങ്ങാനുള്ള പൈസയൊക്കെ കിട്ടാതിരുന്നാൽ അതൊരു വലിയ പ്രതീക്ഷ നഷ്ടപ്പെടലാണ്. വയസ്സുകാലത്ത് ആളുകളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്, സീനിയർ സിറ്റിസന്മാരുടെ. അതുകൊണ്ട് നിർബന്ധമായും നിർമ്മാണ തൊഴിലാളികളുടെ അടിയന്തരമായുള്ള പണം കൊടുക്കാൻ ക്ഷേമനിധി തീരുമാനിക്കുക. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ സർക്കാർ അവരെ കൈയയച്ച് സഹായിക്കുക. എന്തായാലും ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഈ ഓണക്കാലത്തിന് മുമ്പേ അവർക്ക് പെൻഡിങ്ങുള്ള അല്ലെങ്കിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കില്ല എന്നല്ല, അവർക്കിപ്പോൾ കിട്ടാതിരിക്കുന്ന പെൻഷൻ കിട്ടട്ടെ. അതോടൊപ്പം നിർമ്മാണ തൊഴിലാളികളോടൊപ്പവും ഡിജിറ്റൽ നമ്മുടെ ഈ സുഭാഷിതം ചാനൽ ഉണ്ട് എന്നറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.